ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമുക്കൊരു തക്കാളി ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇറച്ചിയോ മീനോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം. തക്കാളി ഉണ്ടെങ്കിൽ മതി. ഇപ്പോൾ തക്കാളി ബിരിയാണി കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് ആദ്യമേ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്യിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തു. 3 പട്ടയുടെ കഷ്ണം ചേർത്തു. 4 ഗ്രാമ്പും കൂടി ചേർക്കണം. ഇതിൻ്റെ കൂടെ 4 ഗ്രാമ്പ് ചേർക്കുന്നുണ്ട്. പട്ടയുടെ കൂടെയുള്ള സ്റ്റാർ ഒരെണ്ണം ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ സാജീരകം 1/4 ടീസ്പൂൺ സാജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കശുവണ്ടി പരിപ്പ് ഞാനിത് കുറച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കാം. ഇത് മുന്തിരി, ഉണക്ക മുന്തിരിയും കൂടി കുറച്ച് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറണ വരെ, മുന്തിരിയുടെയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറണ വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് സവാള ചേർക്കണ്ടേ. സവാള ഞാൻ 3 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ കല്ലുപ്പ് ഞാൻ 1 ടീസ്പൂൺ അത് ചേർത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 2 ബിരിയാണി ഇല ഞാൻ ഉണങ്ങിയത് മുറിച്ചിടുന്നുണ്ട്. അതും കൂടി മുറിച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പച്ചമുളക് 3 എണ്ണം 2ആയിട്ട് നെടുകെ മുറിച്ചതാണ്, അതും കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തു. ഇത് ഓരോന്നും ചേർക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഏലക്ക ഇതിൽ 4 ഏലക്കായ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് എടുക്കുമ്പോൾ ആ വീഡിയോ സമയത്ത് കട്ടായി പോയതാണ്. അപ്പോൾ അത് കട്ടായി പോയതുകൊണ്ട് ഞാൻ അത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ തക്കാളി ഞാനൊരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് ചെറിയ അരിയാണ് ഞാനിത് ബിരിയാണി ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ്സിന് 3 തക്കാളിയാണ്. വലിയ നാടൻ തക്കാളിയാണെങ്കിൽ 2 എണ്ണം മതി. ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അതും കൂടി ചേർത്ത് വഴറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് പുതിനയില 1 കൈപ്പിടിയുടെ അത്രയും, അതുപോലെ മല്ലിയില 1 കൈപ്പിടിയുടെ അത്രയും കൂടി ചേർത്തു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അടുക്കി പിടിക്കാതെ നോക്കിയാൽ മതി. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് സ്മാഷായി നന്നായിട്ട് ഉടഞ്ഞ് വഴറ്റി എടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ചും എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് മസാലപ്പൊടി 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്ത്. നമ്മൾ നേരത്തെ സ്പൈസസ് കുറച്ച് ചേർത്തതുകൊണ്ട് ഞാൻ മസാലപ്പൊടി 1/4 ടീസ്പൂൺ മാത്രം ചേർത്തുള്ളൂ. ഇപ്പോൾ 2 ഗ്ലാസ് അരിയിലാണ് ഈ തക്കാളി ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ആദ്യം 2 ഗ്ലാസ് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പം തക്കാളി നമ്മൾ ചേർത്ത് എല്ലാം നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞ രൂപത്തിലായപ്പം 2 ഗ്ലാസ് തേങ്ങാപ്പാലും അത് കഴിഞ്ഞ് 2 ഗ്ലാസ് പച്ചവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പം 4 ഗ്ലാസ്സായി. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ്. ഞാൻ പൊന്നിയരിയാണ് സാധാരണ ഞങ്ങൾ ചോറ് വയ്ക്കുന്ന ആ പൊന്നിയരിയിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ബിരിയാണി അരിയിൽ ഉണ്ടാക്കാം. ബിരിയാണി അരിയാകുമ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം മതി. റോസ് ബ്രാൻഡിൻ്റെ ജീരകശാല അരിയാകുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. ഇത് പൊന്നിയരി ആയതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കണക്കിലെടുത്തത്. അപ്പോൾ 4 ഗ്ലാസ്സിൽ 2 ഗ്ലാസ് തേങ്ങാപ്പാലും 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത്, അപ്പോൾ അരി നേരത്തെ അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം ഊറ്റി കളഞ്ഞ് ആ അരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പോരെങ്കിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തിള വന്നത് അടച്ച് വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് തീരെ സിമ്മിലാക്കി വയ്ക്കണം. ഏറ്റവും കുറഞ്ഞത് സിമ്മിലാക്കി വെച്ചു. 10 മിനിറ്റ് ഈ സിമ്മിലിരിക്കണം. 10 മിനിറ്റ് സിമ്മിലിരുന്ന് തീ ഓഫാക്കുക. ഗ്യാസ് മുഴുവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് യൂസ് ചെയ്യാം. ഇപ്പോൾ തക്കാളി ബിരിയാണി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ട ചോറൊന്നും ഉടഞ്ഞിട്ടില്ല, കുഴഞ്ഞു പോയിട്ടില്ല, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്.
അപ്പോൾ ടേസ്റ്റിയും നല്ല രുചിയുമായിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന തക്കാളി ബിരിയാണി റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഈ മെത്തേഡിൽ. അതുകൊണ്ട് അടിക്ക് പിടിച്ചിട്ടേ ഇല്ല. 10 മിനിറ്റ് തീ സിമ്മിലാക്കി വെച്ച് കഴിഞ്ഞ് ഓഫാക്കി ഇടുക. വിസിൽ വരാൻ പാടില്ല. ഗ്യാസ് മുഴുവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് യൂസ് ചെയ്യാം. ചൂടോടെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തൈരും ഉള്ളിയും ചേർത്തുള്ള സാലഡും പിന്നെ നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ലാസ്റ്റ് ഞാൻ മല്ലിയിലയും കൂടി കുറച്ച് വിതറി വിളമ്പി കഴിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇതേ ഈ തക്കാളി ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്യണേ. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. തക്കാളി ബിരിയാണി, പിന്നെ തൈര് സവാള ഇട്ടിട്ട് സലാഡ്, പിന്നെ നാരങ്ങ അച്ചാർ. നന്നായിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി. സൂപ്പർ. എരിവൊക്കെ മതിയാകും. ഓ, ഒക്കെ കറക്റ്റ് ഉണ്ട്, അടിപൊളി ആയിട്ടുണ്ട്. ഉപ്പ് എരിവൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ആ, സൂപ്പർ. എന്ത് രുചിയാണ്. ഈ വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കി പിന്നെ എങ്ങനെയുണ്ടെന്ന് വീഡിയോയിൽ ഇടണം. നല്ല രുചിയുണ്ട്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, മറക്കാണ്ട് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.